എടാ എന്നെ കണ്ട കല്യാണം കഴിഞ്ഞ പോലെ തോന്നുന്നു. അതെന്താ അങ്ങനെ ചോദിക്കാൻ? ഈയിടെയായി കുറെ പെൺകുട്ടികൾ എന്നെ മോഹിക്കുന്നുണ്ടോന്ന് സംശയം. മുഖക്കുരൊക്കെ വരുന്നുണ്ട് ഈയിടെയായിട്ട്. ഈ പെൺകുട്ടികളൊക്കെ മോഹിക്കുമ്പോഴല്ലേ മുഖക്കുരൊക്കെ വരിക? എടാ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉള്ളതാ. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഒരു മോഹക്കുരു വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പെൺകുട്ടി നിന്നെ മോഹിക്കുന്നുണ്ടെന്ന്. രണ്ടാമതൊരു കുരു കൂടി വന്നു. അപ്പോഴും എല്ലാവരും പറഞ്ഞു 2 പെൺകുട്ടികൾ നിന്നെ മോഹിക്കുന്നുണ്ട്. അങ്ങനെ മോഹം അങ്ങോട്ട് കൂടിയിട്ട് കയ്യിലും കാലിലും കഴുത്തിലും വയറിലും മൊത്തം കുരുവായി. പിന്നെല്ലാം മനസ്സിലാക്കി ചിക്കൻ ബോക്സ് ആണെന്ന്. ഇത് അതൊന്നുമല്ല. എടാ ഫോണിലാരടാ? ആ ശരി ഓക്കെ. എടാ മനീഷ വിളിച്ചതേ. നിന്റെ 5 കല്യാണം മുടക്കിയവർ ഇതുവരെ പിടികിട്ടില്ലല്ലോ. അവരിപ്പോ മനോജേട്ടന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ പോയാൽ നമുക്കാരെ പിടിക്കാം. ആരുടെ എന്നോട് ഈ ചതിച്ചത്? അതാ രാജേട്ടനും സോമേട്ടനും. എടാ നിന്റെ 5 കല്യാണം മുടക്കിയത് അവരാണ്. +2 പഠിക്കുന്ന പിള്ളേരടക്കം കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ മൂത്ത് നിറച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാനിത് വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് കേരളം മൊത്തം കറങ്ങി. ഇനിയിപ്പോ തമിഴ്നാട്ടിലേക്ക് കടന്നാലെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഇതിന്റെ പിന്നിൽ ഇവരായിരുന്നൂലേ? ഇന്റെ അമ്മമാരെ കല്യാണം മുടക്കാനുള്ള പൂതി തീർത്തു കൊടുക്കണം. നിൽക്കട്ടോ വൈഫാ കയ്യിലടിച്ചിട്ട് വയ്യ. ഇന്നൊരു തീരുമാനമാക്കി കൊടുക്കാം. എടാ സംസാരിച്ചു കഴിഞ്ഞില്ലേ? എന്നോട് കളിച്ച എന്താ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഇതിപ്പോ പേടിയ വള്ളിക്കെട്ട് കാലി ചുറ്റിയ പോലെ. വള്ളിക്കെട്ടോ? അല്ല വള്ളി. ഒരു കല്യാണമൊക്കെ മുടക്കുക പറഞ്ഞാ എളുപ്പമല്ല കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നല്ല. ഏൽക്കണില്ല. അതായിരിക്കും രണ്ടെണ്ണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വന്ന പോലെ ഇരിക്കും. നോണയൊന്നും പറയാൻ നോക്കണ്ട. എന്റെ 5ാമത്തെ കല്യാണം മുടക്കി നിങ്ങളല്ലേ? എസ് ഓർ നോ അത് മാത്രം പറഞ്ഞാൽ മതി. എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. ഇന്ന് നിങ്ങളുടെ അവസാന കല്യാണങ്ങൾ കുറെ മുടക്കിണ്ടേ. അതുകൊണ്ട് ഇത് ഏതാണെന്നുള്ള മനസ്സിലായില്ല. ഇത് നിങ്ങൾ കാരണം ഇവിടെ ആരും പെണ്ണ് കിട്ടാൻ നടക്കരുത്. ഒന്നും ചെയ്യട്ടോ. ഇതിപ്പോ എന്താ അവസ്ഥ? എന്നെ വലിയൊരു അപകടത്താണ് നിങ്ങൾ രക്ഷിച്ചത്. എങ്ങനെ നന്ദി പറയണം എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് നീ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിനക്ക് ഭാര്യയുടെ കോള് വന്നില്ലേ? നിൽക്കട്ടോ വൈഫാ. കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ അവസ്ഥ തല്ലടാ. എമ്മാതിരി കണ്ടുപൊട്ടുന്ന ചീത്ത നമുക്ക് കേട്ടത്. അപ്പൊ ഇവരെന്നെ ശരിക്കും രക്ഷിക്കല്ല ചെയ്തത്. നിനക്ക് ഭാര്യയുടെ കോള് വന്നപ്പോ എന്റെ മനസ്സ് മാറിയടാ. ഇതിന് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെലവ് ചെയ്യും. ഇതിപ്പോ എന്താ കഥ? കല്യാണം മുടക്കണ അംഗീകാരോ? ഇത് ആദ്യത്തെ അനുഭവമാണ് നമുക്ക്. അടുത്ത നമ്മൾ മോനുന്റെ മകന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞ രാഹുലിന്റെ മകന്റെ. രണ്ടും നമ്മൾ മുടക്കണം. ഈ ഫീൽഡ് നമ്മൾ തകർത്തായിരിക്കും.